ബ്ലെസ്സിങ്സ്. വീണ്ടും ദൈവനാമത്തിൽ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഈ മെസ്സേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആരംഭിച്ചിരിക്കുന്നത് ജീവിത പാഠങ്ങൾ എന്ന പേരിൽ ബൈബിളിൽ നമ്മൾ കാണുന്ന പല വ്യക്തികളുടെയും ജീവിതങ്ങളെ പരിശോധിച്ച് പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് നമ്മൾ എന്തെല്ലാം ഉൾക്കൊള്ളണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ തുടങ്ങി നമ്മൾ ഏതാണ്ട് ഒരു 8 പേരെ ഓൾറെഡി നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ മറ്റൊരു ശിഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. മർക്കോസ് 3-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തദ്ദായി, ഒരു പേരാണ് തദ്ദായി. ഇത് തദ്ദായിയെ കുറിച്ചാണ് പറയാനായിരിക്കുന്നത്. ഈ തദ്ദായിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. മറ്റൊരു സുവിശേഷത്തിൽ നമുക്കത് കാണാം. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16-ാം വാക്യത്തില്, യാക്കോബിന്റെ സഹോദരനായ യൂദ. ഈ തദ്ദായിക്ക് തന്നെ മറ്റൊരു പേരാണ് ജൂദസ്. ഈ ജൂദസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കർത്താവിന് 2 യാക്കോബന്മാരുണ്ടായിരുന്നു ശിഷ്യന്മാരിൽ. യൂദ എന്നറിയപ്പെട്ട 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. തദ്ദായിയുടെ മറ്റൊരു പേരാണ് യൂദ. കർത്താവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്താവല്ല. ഇത് മറ്റൊരു സുവിശേഷത്തിൽ വരുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു ജൂദസ് ദ ബ്രദർ ഓഫ് ജെയിംസ്. ഇദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട് ലബയോസ്. ഇംഗ്ലീഷിൽ പറയുന്ന ടാഡിയസ്. ഈ വാക്കിൻ്റെ അർത്ഥം നമുക്ക് കാണാൻ കഴിയുന്ന ഹാർട്ട് ഓർ കറേജിയസ് ഹാർട്ട് എന്നാണ്. ഹൃദയം അല്ലെങ്കിൽ നല്ല കറേജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ കറേജിയസ് ഹാർട്ട് എന്നുള്ള വാക്കുകളാണ് ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ വരുന്നത്. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 13-ാം വാക്യം, മാളിക മുറിയിൽ ഇരിക്കുന്ന 120 കൂട്ടത്തിലും ഇദ്ദേഹത്തെ കാണാൻ കഴിയുന്നു. യാക്കോബിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ശിഷ്യനായ ഒരു യാക്കോബ് സ്പോട്ട് ലൈറ്റിൽ നിന്ന, പത്രോസിനെ പോലെ യോഹന്നാനെ പോലെ യാക്കോബ് സ്പോട്ട് ലൈറ്റിൽ നിന്നൊരു വ്യക്തിയാണ്. മറ്റൊരു യാക്കോബ് അത്ര സ്പോട്ട് ലൈറ്റിൽ നിന്ന വ്യക്തിയല്ല. അദ്ദേഹത്തെ പോലെ തന്നെയാണ് ഇദ്ദേഹവും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സ്പോട്ട് ലൈറ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. അധികം ആൾക്കാർക്ക് അറിയത്തില്ല ഇദ്ദേഹത്തെക്കുറിച്ച്. ഒരു വചനം ഇദ്ദേഹം യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിന് യേശു പറയുന്ന ഒരു മറുപടി ബൈബിളിലുണ്ട്. അങ്ങനെയൊക്കെ അല്ലാതെ കൂടുതലായി ബൈബിൾ നമുക്ക് അധികമായിട്ട് കാണാൻ കഴിയില്ല. പക്ഷെ ഇവരെല്ലാം ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഇവരൊക്കെയാണ് സുവിശേഷമൊക്കെ മെസോപ്പൊട്ടേമിയയിലേക്കും ഇന്നത്തെ ഭാഗങ്ങളായ ഇറാൻ, ഇറാഖ്, ഈ ഭാഗത്തേക്കെല്ലാം സുവിശേഷമായി കടന്നുപോയ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ. യോഹന്നാൻ എഴുതിയ സുവിശേഷം, ഇദ്ദേഹം കർത്താവിനോട് ആ തിരുവത്താഴ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇസ്കരിയോത്തല്ലാത്ത യൂദ, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ യാക്കോബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ദ ഹോണസ്റ്റ് സീക്കിംഗ്, അല്ലെങ്കിൽ ട്രൂത്ത് അറിയാൻ, അല്ലെങ്കിൽ സത്യം അറിയാനുള്ള നമ്മുടെ ഒരു ആഗ്രഹം, സത്യം അറിയാനുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഗോഡ് ലവ്സ് ഇറ്റ്. ദ ഹോണസ്റ്റ് സീക്കിംഗ് ലീഡ്സ് ടു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ക്രൈസ്റ്റ്. കർത്താവിന് അത് ഇഷ്ടമാണ്. യേശു പറയുന്ന ഒരു മറുപടി, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിനല്ല എന്നെ തന്നെ വെളിപ്പെടുത്താൻ പോകുന്നത്, നിങ്ങൾക്കാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പറയാം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്കാണ് എന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. ജീസസ് ലവ്സ് ടു റിവീൽ ഹിംസെൽഫ് ടു ദോസ് ഹു ലവ് ഹിം ആൻഡ് ദോസ് ഹു കീപ് ഹിസ് വേർഡ്. ഞാൻ പറയുന്ന വചനം ഞാൻ പറയുന്നതല്ല, എന്നെ അയച്ച എൻ്റെ പിതാവായ ദൈവം പറഞ്ഞ വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതനുസരിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുന്നു, അതനുസരിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്. കർത്താവിനോട് കൂടുതൽ എത്രമാത്രം നമ്മൾ ഇൻറ്റിമസ് ആവും, എത്രമാത്രം സ്നേഹിക്കും, അത്രമാത്രം റെവലേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഓരോ ദിവസം പകർന്നുകൊണ്ടിരിക്കും. മറ്റൊരു കാര്യം പഠിക്കാൻ കഴിയുന്ന, ഇദ്ദേഹത്തിൻ്റെ പേര് ലെബന്യോസ് എന്നൊരു വാക്കും കൂടിയുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാർട്ട് എന്നല്ലെങ്കിൽ കറേജസ് എന്നാണ്. ഹാർട്ട് അല്ലെങ്കിൽ കറേജസ്, ടെൻഡർ ഹാർട്ട് ബട്ട് കറേജസ്. ഇതായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെയായിരുന്നു അദ്ദേഹം.
പല ശിഷ്യന്മാരെ നോക്കിയാൽ അവരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാനെ നോക്കിയാൽ ഒക്കെ അവർ ഭയങ്കര ടെൻഡർ ഹാർട്ടായിരുന്നു. അപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി കറേജ്, എത്ര വലിയ ഭരണകൂടങ്ങൾക്ക് മുമ്പാകെ പോലും തല കുനിക്കാതെ നിന്നവരായിരുന്നു ഇവരെല്ലാവരും. ഓൾമോസ്റ്റ് നമുക്ക് രക്തസാക്ഷിയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴും അവിടെ നിന്ന് കാണാം ഏർലി ക്രിസ്ത്യൻസ്, ആ നൂറ്റാണ്ടുകളിലുള്ള ക്രിസ്ത്യാനികളെല്ലാം ഒത്തിരി റോമൻ പെർസിക്യൂഷനിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷേ ദേ ആർ റിമെമ്പേർഡ് ഫോർ പാഷൻ വിത്ത് ബോൾഡ്നെസ്. ഈ ചാർലി കിർക്ക് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിന്നത്, ആ കറേജിന് വേണ്ടി നിന്നതിൻ്റെ പേരിലായിരിക്കണം ഞാൻ അറിയപ്പെടേണ്ടത് എന്ന് അദ്ദേഹം പറയാണ്ടായി. അങ്ങനെ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു TV പ്രോഗ്രാമിലോ ഒരു ഇൻ്റർവ്യൂവിലോ പോയി ഒരു സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയുകയല്ലായിരുന്നു അദ്ദേഹം. പബ്ലിക് മീറ്റിംഗ്സ്, ഓരോ ക്യാമ്പസുകളിൽ ചെന്ന് വലിയ സുരക്ഷയൊന്നുമില്ലാതെ, അദ്ദേഹത്തിന് സുരക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒക്കെ എത്രയോ പരിമിതമായിരുന്നു. അങ്ങനത്തെ സുരക്ഷയൊന്നും ഇല്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഞാൻ മരിക്കാമെന്നുള്ള അവസ്ഥയിലായിരുന്നിട്ട് പോലും അദ്ദേഹം ആ ഒരു വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം എന്ത് പ്രീച്ച് ചെയ്തോ അതിനു വേണ്ടി തന്നെ നിന്നു. അബോഷനെതിരെ, ഗേ മാരേജസിനെതിരെ, അദ്ദേഹത്തെ കൊന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ഗേ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആ ഗേ മാരേജസിനെതിരെ അല്ലെങ്കിൽ ഹോമോസെക്ഷാലിറ്റിക്കെതിരെ ഒക്കെ പറയുന്നത് ആ ഒരു ചെറുപ്പക്കാരന്, അദ്ദേഹത്തെ കൊല ചെയ്ത ആ ചെറുപ്പക്കാരന് ഇഷ്ടപ്പെട്ടില്ല. അതായിരുന്നു കാരണം അദ്ദേഹത്തെ കൊല ചെയ്യാൻ. ആദിമ ക്രിസ്ത്യാനികളെല്ലാവരും ഇതിനു വേണ്ടി നിന്നവരാ. അവർ നടന്നു പോയ പെർസിക്യൂഷൻസ് ഒക്കെ നമ്മളൊന്ന് രക്തസാക്ഷി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഒന്ന് കേൾക്കുന്നതും അല്ലെങ്കിൽ അറിയുന്നതൊക്കെ നല്ലതായിരിക്കും. ഇദ്ദേഹവും കർത്താവിൻ്റെ സുവിശേഷമായിട്ട് സിറിയ, മെസോപ്പൊട്ടോമിയ, പേർഷ്യ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ, ഇറാഖ്, ആ ഏരിയയിലെല്ലാം, ആ രാജ്യങ്ങളിലെല്ലാം കടന്നുപോയി സുവിശേഷം അറിയിച്ചു. അവസാനം കർത്താവിൻ്റെ ഈ വചനത്തിനായിട്ട് രക്തസാക്ഷിയാവുക തന്നെയാണ് ചെയ്തത്. ഫെയ്ത്ത്ഫുൾ ഡിസൈപ്പിൾഷിപ്പ് എന്ന് വെച്ചാൽ, യേശുവിൻ്റെ ഡിസൈപ്പിൾഷിപ്പ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കർത്താവ് എന്ത് പറയുന്നോ അങ്ങോട്ട് പോവുക, കർത്താവ് എന്ത് ചെയ്യാൻ പറയുന്നോ അത് ചെയ്യുക. നിന്റെ പ്രാണനെ രക്ഷിക്കാൻ നീ ചിന്തിക്കുമ്പോൾ നീ അതിനെ യു വിൽ ലൂസ് ഇറ്റ്. വെൻ യു ലൂസ് ഇറ്റ് യു വിൽ ഗെയിൻ ഇറ്റ്. ലൂക്കോസ് 17:32-33 വായിക്കുമ്പോൾ നമുക്ക് കാണാം, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ, തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. Whoever shall seek to save his life shall lose it, and whoever shall lose life shall preserve it. ഈ ഒരു ചെറിയ ശിഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പോലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ കർത്താവ് വെളിപ്പെടുത്തി തന്നല്ലോ. അതിനെ സ്തോത്രം ചെയ്യാം. അടുത്ത മറ്റൊരു 2 ശിഷ്യന്മാരെ കൂടി അടുത്ത 2 എപ്പിസോഡിൽ നമുക്ക് കാണാം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളെയും ദൈവം ധാരാളമായിരിക്കട്ടെ. ഈ മിനിസ്ട്രിയുമായിട്ട് ചേർന്നിരിക്കുന്നവർക്കൊക്കെ വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് വാട്സപ്പ് ചെയ്യുക, വാട്സപ്പിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.